പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് മാർച്ച് 22. ഇനി കേവലം 11 ദിവസമേ നിങ്ങളുടെ 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്കായിട്ടുള്ളൂ. ഈ സമയത്ത് എങ്ങനെ പഠിച്ചാലാണ് ജയിക്കാൻ സാധിക്കുക എന്ന കാര്യമാണ് നമ്മളിന്ന് പറയാൻ ശ്രദ്ധിക്കുന്നത്. ഹാർഡ് വർക്കിനേക്കാൾ അപ്പുറമായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് അടുപ്പിച്ചിട്ടുള്ള ഓരോ സബ്ജക്റ്റിനും ജയിക്കാനുള്ള മാർക്കെങ്കിലും കിട്ടുകയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത് ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ്, ക്ലിയർ കട്ട് സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വായിച്ചാൽ മാത്രം പോരാ, അതൊന്ന് എഴുതി പഠിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. മൂന്നാമത്തെ കാര്യം, ഓരോ പാഠത്തിനെ കുറിച്ചിട്ടും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കും, ചില കീവേഡ്സ്. ആ കീവേഡ്സ് കിട്ടാനായിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സൈറ്റിൽ ഓരോ വിഷയത്തിൻ്റെയും ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. സോ യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് ആൻഡ് സ്റ്റഡി വെൽ. അവൻ അല്ലെങ്കിൽ അവൾ രാവിലെ മുതൽ പഠിക്കുന്നതാണ്, പക്ഷേ ഓർത്ത് നോക്കുമ്പോൾ കിട്ടുന്നില്ല. സോ ഇവിടെ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണ്. സോ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോഡ് ലാംഗ്വേജിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ലതാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിം, സബ്സ്ക്രൈബേഴ്സ് ഐഡൻറ്റിറ്റി മൊഡ്യൂൾ, അതാണ് പൂർണ്ണരൂപം. നമ്മൾ സിം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് ചെറിയൊരു വാക്കാണ്. അപ്പോൾ വലിയ വലിയ കഥകളൊക്കെ പഠിക്കാനുള്ള കോൺസെപ്റ്റൊക്കെ കഥകളാക്കി മാറ്റി അതിനൊരു സബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് കോഡിലേക്ക് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നു. ഇത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരും പഠിക്കുന്ന രീതികൾ വ്യത്യസ്ത തരത്തിലാണ്. എനിവേ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നു. പ്രോബ്ലം പേപ്പറും തിയറി പേപ്പറും രണ്ടും രണ്ട് തന്നെയാണ്. ചിലപ്പോൾ ഒരു സബ്ജക്റ്റിൽ അതിന് രണ്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം പേപ്പർ ജസ്റ്റ് വായിച്ചു പോയാൽ മാത്രം പോരാ, ഒന്ന് എഴുതി നോക്കണം. എവിടേക്കാണ് എനിക്ക് കിട്ടാത്തത്, എവിടെയാണ് ഞാൻ സ്റ്റക്കാവുന്നത് എന്ന കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതി നോക്കുന്നത്. സോ അത് ഉപകാരപ്രദമായിരിക്കും. തിയറി പേപ്പർ എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് പഠിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിസ്റ്റൽ ക്ലിയറായി പഠിച്ചു പോയി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയയോട് കൂടി എഴുതാൻ സാധിക്കും. അല്ലാതെ നമ്മളെല്ലാം പഠിച്ചു, പക്ഷേ പരീക്ഷ സമയത്ത് എഴുതാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെയാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, പഠിക്കുന്നത് വ്യക്തതയോടുകൂടി പഠിച്ച് മുന്നോട്ട് പോവുക. പിന്നെ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്ക് അവസാനമുള്ള പരീക്ഷകൾ ആദ്യം പഠിച്ച് പിന്നീട് ആദ്യം വരുന്ന പരീക്ഷകൾ അവസാനം പഠിക്കുകയാണെങ്കിൽ ഈ പരീക്ഷകളെല്ലാം ഒരാവർത്തിയെങ്കിലും കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ പരീക്ഷകളെല്ലാം അടുപ്പിച്ചിട്ടാണ് വരുന്നത്. സോ അത്ര ഗ്യാപ്പുകളൊന്നുമില്ല പരീക്ഷയ്ക്കായിട്ട് പഠിക്കാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ടെക്നിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ വിലയേറിയ സജഷൻസ്, ടെക്നിക്സ്, ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള സ്റ്റുഡൻസിന് അത് ഉപകാരപ്രദമായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.